ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്ന് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു നമ്മുടെ മൊഡ്യൂൾ 4 ഒരു ചെറിയ ഏരിയയിലേക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന ഏരിയാസ് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ യു വെരി വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ മൊഡ്യൂൾ 7 ഓൾറെഡി അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മൊഡ്യൂൾ 4 സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഏരിയയാണ്. ഹാപ്പി ലേണിംഗ്. ഓക്കെ, അപ്പൊ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള ഇൻട്രൊഡക്ഷൻ നോക്കാം. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നത് ചില വസ്തുക്കളിൽ വളരെ കുറഞ്ഞ താപനിലയിൽ വൈദ്യുത പ്രതിരോധം, അതായത് റെസിസ്റ്റൻസ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ചില വസ്തുക്കളിൽ വളരെ കുറഞ്ഞ താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയത് 1911 ഹാമർലിംഗ് ഓൺസ്. ഓക്കെ, ഇവിടെ നോക്കണ്ട കേട്ടോ. കാമർലിംഗ് ഓൺസ് എന്ന് പറയുന്ന നമ്മുടെ സയന്റിസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് കണ്ടെത്തിയത് 1911. അപ്പൊ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനോമിനൻ ഇൻ വിച്ച് സെർട്ടൻ മെറ്റീരിയൽസ് എക്സിബിറ്റ് സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ചില മെറ്റീരിയൽസ് ലോ റെസിസ്റ്റൻസ് ഇല്ലാതെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് സീറോ ആക്കി കാണിക്കുന്നു. സോ ദിസ് എഫക്ട് ഈസ് കോൾഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡച്ച് ഫിസിസ്റ്റ് ഹൈക്കെ കാമർലിംഗ് ഓൺസ് ഇൻ 1911. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കാം. 1911 ഹോളണ്ടിലെ ശാസ്ത്രജ്ഞനായ ഈ പറയുന്ന കാമർലിംഗ് ഓൺസ് പദാർത്ഥങ്ങളുടെ താപനില കുറയുന്നതിനോ അവയുടെ വൈദ്യുത പ്രതിരോധത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുമ്പോൾ ആദ്യമായി സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചു. അപ്പൊ അയാൾ 1911 ഹോളണ്ടിലായിരുന്നു ഈ ശാസ്ത്രജ്ഞൻ ഹൈക്കെ കാമർലിംഗ് ഓൺസ് എന്ന് പറയുന്ന ഇദ്ദേഹം 1911 മെറ്റീരിയൽസിന്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചത്. ഹീലിയത്തിന്റെ ദ്രവരൂപം ഉപയോഗിച്ച് പദാർത്ഥങ്ങളെ തണുപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിൽ പാദസ്യത്തിലെ വൈദ്യുത പ്രതിരോധം താപനില കുറഞ്ഞപ്പോൾ പൂർണ്ണമായും ഇല്ലാതായി. മെയിൻലി അത് മെർക്യൂറിയാണ് കേട്ടോ. അതായത് ഇൻ 1911 ഡച്ച് ഫിസിസ്റ്റ് ഹൈക്കെ കാമർലിംഗ് ഓൺസ് ഡിസ്കവേർഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി വൈൽ സ്റ്റഡിങ് ഹൗ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇൻ മെറ്റീരിയൽസ് ചേഞ്ചസ് വിത്ത് ഡിക്രീസിംഗ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള പഠനമായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്തത് ലിക്വിഡ് ഹീലിയം, ദ്രവ ഹീലിയം ആയിരുന്നു അദ്ദേഹം യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ടു കൂൾ മെറ്റീരിയൽസ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് ലിക്വിഡ് ഹീലിയം ആണ്. ഹി ഒബ്സർവ് ദാറ്റ് അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ, പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് മെർക്യൂറി, പാദസ്യം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് മെർക്യൂറി ആണ് കേട്ടോ, കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ചോദ്യം, ഏത് മെറ്റീരിയലാണ് അദ്ദേഹം യൂസ് ചെയ്തത്? ലിക്വിഡ് ഹീലിയം ആയിരുന്നു അദ്ദേഹം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്, മെറ്റീരിയൽ കൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ആദ്യമായി കണ്ടുപിടിച്ചത് ഏത് സബ്സ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയലിലാണ് ആദ്യമായിട്ട് സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത്? മെർക്യൂറിയിലാണ്. ഓക്കെ, അപ്പോൾ ദ്രാവക ഹീലിയത്തിന്റെ താപനിലയായ 4 കെൽവിനില് മൂലക മെർക്യൂറി ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം ആദ്യം നടത്തിയത്. 4 കെൽവിനാണ് കേട്ടോ ശരിക്കും ലിക്വിഡ് ഹീലിയത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അവിടെ അതിനെ നമ്മൾ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 452 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയും. 452 ഡിഗ്രി ഫാരൻഹീറ്റ്, 4 കെൽവിനിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അപ്പോ മൂലകം മെർക്യൂറി ആയിരുന്നു അദ്ദേഹം യൂസ് ചെയ്തത് കേട്ടോ, മെർക്യൂറി ആയിരുന്നു ഉപയോഗിച്ചത്. അതിനുശേഷം ചില പദാർത്ഥങ്ങൾ ഉയർന്ന ഊഷ്മാവിൽ സൂപ്പർ കണ്ടക്ടറുകളായിട്ട് പ്രവർത്തിക്കുന്നു എന്നും ഇദ്ദേഹത്തിന് കാണാൻ പറ്റി കേട്ടോ. ചില പദാർത്ഥങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സവിശേഷത, ഇതിന് ശൂന്യ പ്രതിരോധമാണ്, സീറോ റെസിസ്റ്റൻസ് ആണ്. സൂപ്പർ കണ്ടക്ടറുകൾക്ക് വൈദ്യുത പ്രതിരോധം ഇല്ല. സൂപ്പർ കണ്ടക്ടേഴ്സ് എക്സിബിറ്റ് സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇല്ല. ഇനി രണ്ടാമത് പറയുന്നത് മീസ്നർ എഫക്റ്റ് ആണ്. മീസ്നർ എഫക്റ്റ് അല്ലെങ്കിൽ മൈസ്നർ പ്രഭാവം എന്ന് പറയുന്നത്, ഒരു സൂപ്പർ കണ്ടക്ടർ ഒരു ബാഹ്യ കാന്തിക ക്ഷേത്രം തള്ളിക്കളയുന്നു. എക്സ്പെൽസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന
മിക്ക തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോസും അല്ലെ ഓൾമോസ്റ്റ് ഓൾ ഇമേജസ് സൂപ്പർ കണ്ടക്ടർ റിലേറ്റ് ചെയ്യുന്നത് ഈ എക്സ്പെൽസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെൽ ചെയ്യുന്നതാണ് കാണുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ക്വാണ്ടം ടണലിംഗ്. സൂപ്പർ കണ്ടക്ടറുകളുടെ അതിമാനവ ഗുണം, ദേ എക്സിബിറ്റ് ക്വാണ്ടം ടണലിംഗ് പ്രോപ്പർട്ടീസ്. ഇത് നമുക്കിപ്പം അറിയാം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ക്വാണ്ടം ടണലിംഗ് പ്രോപ്പർട്ടി. അത് ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. സൂപ്പർ കണ്ടക്ടിവിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് 12th ഫിസിക്സിൽ ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അതായത് ജസ്റ്റ് എന്താണ് വാട്ട് ഈസ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് മാത്രം. ഇത് നമ്മൾ ഡിഗ്രിയിലേക്കൊക്കെ വരുമ്പോഴാണ് പറയുന്നത്. അവിടെ തന്നെ കുറച്ച് തിയറീസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തത് BCS തിയറി എന്ന് പറയുന്നത്, ബാർഡീൻ കൂപ്പർ ഷീഫർ തിയറി എന്ന് പറയുന്നത്. അത് 1957. നമുക്കിപ്പോ ഈ ഒരു തിയറി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് മാത്രം ഓർത്താൽ മതി. BCS തിയറി അല്ലെങ്കിൽ ബാർഡീൻ കൂപ്പർ ഷീഫർ തിയറി എന്ന് പറയുന്നത് 1957 അവതരിപ്പിക്കപ്പെട്ടത്. 1957 ജോൺ ബാർഡീനും ലിയോൺ കൂപ്പറും ജോൺ റോബർട്ട് ഷ്രിഫറും ചേർന്നിട്ടാണ് ഈ ഒരു ബാർഡീൻ കൂപ്പർ ഷ്രീഫർ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1957. അവര് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിവിറ്റി അറൈസസ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് കൂപ്പർ പെയർസ് ഇൻ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. ഇലക്ട്രിക്കൽ കണ്ടക്ഷനിൽ കൂപ്പർ പെയർ അല്ലെങ്കിൽ കൂപ്പർ ജോഡികൾ രൂപപ്പെടുന്നത് കൊണ്ടാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി അറൈസ് ചെയ്തതെന്നാണ് BCS തിയറി അല്ലെങ്കിൽ ബാർഡീൻ കൂപ്പർ ഷ്രീഫർ തിയറി പറയുന്നത്. വൈദ്യുത ചലനത്തിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത് കൂപ്പർ ജോഡികൾ രൂപപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് അവരുടെ തിയറി പറയുന്നത്. ഇതിൽ ഇലക്ട്രോണുകൾ അതിലെ ഫോണോൺ സമ്പർക്കത്തിലൂടെ ദമ്പതികളായി പ്രവർത്തിക്കുന്നു. വിച്ച് മീൻസ് ഇൻ ദിസ് മോഡൽ ഇലക്ട്രോൺസ് ഇന്ററാക്ട് വിയ ഫോണോൺസ് ആൻഡ് ഫോംസ് കൂപ്പർ പെയേഴ്സ് ആയിട്ട് മാറുമെന്നാണ് ഈ BCS തിയറി പറയുന്നത്. ഫസ്റ്റ് തിയറിയാണ് 1957 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സൂപ്പർ കണ്ടക്ടിവിറ്റി റിലേറ്റ് ചെയ്യുന്ന തിയറിയാണ് BCS തിയറി. ബാർഡീൻ കൂപ്പർ ഷ്രീഫർ തിയറി 1957 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു തിയറി എന്ന് പറയുന്നത് ഗിൻസ്ബർഗ് ലാൻഡോ തിയറി. എന്ന് പറയുന്ന ഒരു തിയറി, അതും സൂപ്പർ കണ്ടക്ടിവിറ്റി റിലേറ്റ് ചെയ്യുന്ന തിയറിയാണ് ഗിൻസ്ബർഗ് ലാൻഡോ തിയറി. അതായത് ഇവിടെ ഗണിത മോഡലുകൾ വിശദീകരിക്കുന്ന തിയറി. മാത്തമാറ്റിക്കൽ മോഡൽ ദാറ്റ് എക്സ്പ്ലെയിൻ സൂപ്പർ കണ്ടക്ടിവിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഗിൻസ്ബർഗ് ലാൻഡോ തിയറി. ക്വാണ്ടം ഘടകങ്ങൾ, താപനില വ്യതിയാനങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നത് ഗിൻസ്ബർഗ് ലാൻഡോ തിയറിയാണ്. ഇദ്ദേഹത്തിനെയാണ് ഈ ഗണിത നിരൂപണം വരുന്നത് ഗിൻസ്ബർഗ് ലാൻഡോ തിയറി. ഇറ്റ് എംഫസൈസസ് ക്വാണ്ടം ആസ്പെക്ട് ആൻഡ് ടെമ്പറേച്ചർ വേരിയേഷൻസ്. ഗിൻസ്ബർഗ് ലാൻഡോ തിയറി. അപ്പൊ രണ്ട് തിയറിയാണ്, BCS തിയറി, ബാർഡീൻ കൂപ്പർ ഷ്രീഫർ തിയറിയും, രണ്ടാമത്തേത് ഗിൻസ്ബർഗ് ലാൻഡോ തിയറിയും. ഓക്കെ, അപ്പൊ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ആണ് വരുന്നത്. അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റിയിലേക്ക് മാറ്റപ്പെടുന്ന പരമാവധി താപനിലയെ നമ്മൾ വിളിക്കുന്ന ടെമ്പറേച്ചർ ആണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ മാക്സിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ മെറ്റീരിയൽ ബിക്കം സൂപ്പർ കണ്ടക്ടിങ്. അപ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത ഒരു ടെമ്പറേച്ചർ ആണ് ക്രിട്ടിക്കൽ താപനില അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റിയിലേക്ക് മാറ്റപ്പെടുന്ന പരമാവധി താപനിലയെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ താപനില. അത് മാക്സിമം ടെമ്പറേച്ചർ അറ്റ് മെറ്റീരിയൽ ബിക്കം സൂപ്പർ കണ്ടക്ടിങ്. ഇനി നമുക്ക് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ആപ്ലിക്കേഷൻസ് എന്താണ്, ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കാം. അവിടെ രണ്ട് ഇക്വേഷൻസിന്റെ പേര് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. ഒരു ലണ്ടൻ ഇക്വേഷനും അതുപോലെ തന്നെ ലോണ്ടോ ഇക്വേഷനും. അത് നമ്മൾക്ക് ഈ രണ്ട് തിയറി ഉണ്ടല്ലോ, BCS തിയറി അതുപോലെ തന്നെ BCS തിയറിന്ന് മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. നമുക്ക് തരുന്നത് ഗിൻസ്ബർഗ് ലോണ്ടോ ഇക്വേഷനിൽ നിന്നാണ്. ആ തിയറിയിൽ നിന്നാണ് നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ വരുന്നത്. അങ്ങനെ വരുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ലണ്ടൻ ഇക്വേഷൻ കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഇനി നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ആപ്ലിക്കേഷൻസിലേക്ക് നോക്കാം. ഒന്നാമത്തേത് എഫിഷ്യന്റ് പവർ ട്രാൻസ്മിഷൻ. അതായത് പവർ ട്രാൻസ്മിഷൻ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഫിനോമിനൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വൈദ്യുത ചലനം കാര്യക്ഷമമാക്കാൻ. വൈദ്യുത ക്ഷയം ഇല്ലാത്തതിനാൽ വൈദ്യുത ഊർജ്ജ സംഭരണം, അതായത് വൈദ്യുതോർജ്ജം നഷ്ടപ്പെടുത്തുന്നില്ല. സിൻസ് ദർ ഇസ് നോ ഇലക്ട്രിക്കൽ ലോസ്, എനർജി ട്രാൻസ്മിഷൻ ഈസ് മോർ എഫിഷ്യന്റ്. അപ്പൊ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എനർജി ട്രാൻസ്മിഷൻ കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ. പിന്നെ MRI സ്കാനറുകളിൽ നമ്മൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കണ്ടക്ടിങ് കോയിൽസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡ് ശക്തമായ കാന്തിക ക്ഷേത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് MRI സ്കാനറുകളിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിനൻ. അടുത്തത് കാന്തിക ലെവിറ്റേഷൻ ട്രെയിനുകളിൽ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻസിൽ, ഇപ്പൊ മാഗ്ലവ് ട്രെയിൻസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ട്രെയിൻ സൂപ്പർ കണ്ടക്ടിങ് ലെവിറ്റേഷൻ ഉപയോഗിച്ച് പോക്കുവഴി കുറയ്ക്കുന്നു. അതായത് സൂപ്പർ കണ്ടക്ടിങ് ലെവിറ്റേഷൻ
to reduce friction കുറച്ചിട്ട് ഹൈ സ്പീഡ് പോകുന്ന മാഗ്ലെവ് ട്രെയിൻസ് ഉണ്ട്, അവിടെ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി അതായത് റെസിസ്റ്റൻസ് കുറയ്ക്കുന്നു. അപ്പൊ അത് കുറയ്ക്കുന്നത് വഴി, ഫ്രിക്ഷൻ കുറയ്ക്കുന്നത് വഴി ഹൈ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അതായത് സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റുകൾ ഉപയോഗിച്ച് മികച്ച ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റ്സ് എനേബിൾ അഡ്വാൻസ്ഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ്. MRI സ്കാനുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പവർ ലോസ് എഫിഷ്യന്റ് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മാഗ്ലെവ് ട്രെയിൻസ്, പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഭാവി സാധ്യതകളെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഉയർന്ന താപനിലയിൽ സൂപ്പർ കണ്ടക്ടിവിറ്റിയുള്ള വസ്തുക്കളുടെ കണ്ടെത്തുകൾ ഓൾറെഡി അതിന് കുറെ വർക്കൗട്ട് നടക്കുന്നുണ്ട്. ഉയർന്ന താപനില ഡിസ്കവറിംഗ് മെറ്റീരിയൽസ് വിത്ത് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റി. ട്രാൻസ്മിഷന്റെ കാര്യം പറഞ്ഞായിരുന്നു, എഫിഷ്യന്റ് പവർ ട്രാൻസ്മിഷൻ, അത് തന്നെ ഇപ്പോഴും റിസർച്ചസ് നടക്കുന്നുണ്ട്. പിന്നെ കാന്തിക ഊർജ്ജ സംഭരണം, അഡ്വാൻസ്മെന്റ് ഇൻ മാഗ്നറ്റിക് എനർജി സ്റ്റോറേജ് ആൻഡ് സൂപ്പർ കണ്ടക്ടിങ് ബാറ്ററീസ് തുടങ്ങിയ. അപ്പോൾ ഇതൊരു സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി സയന്റിഫിക് ഡിസ്കവറിയാണ് വിത്ത് ദ പൊട്ടൻഷ്യൽ ടു ട്രാൻസ്ഫോം ദ ഫ്യൂച്ചർ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി എനിക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത് സൂപ്പർ കണ്ടക്ടറുകളുടെ തരം, ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. സൂപ്പർ കണ്ടക്ടറുകളെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തരംതിരിക്കാം. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ 2 പ്രഥമ ശ്രേണി സൂപ്പർ കണ്ടക്ടേഴ്സ്, ദാറ്റ് ഈസ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇവ സാധാരണമായ ധാതുക്കളായ തന്മാത്രകളിൽ കാണപ്പെടുന്നു. ദീസ് ആർ ജനറലി ഫൗണ്ട് ഇൻ എലമെന്റൽ മെറ്റൽസ്. കുറഞ്ഞ താപനിലയിൽ വിച്ച് മീൻസ് TC സൂപ്പർ കണ്ടക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്നു. വളരെ കുറഞ്ഞ താപനില. ഇതിന് സോഫ്റ്റ് കണ്ടക്ടേഴ്സ് എന്നും പറയാറുണ്ട്. സൂപ്പർ കണ്ടക്ടറുകളെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും പറയാറുണ്ട് ഈ പ്രഥമ ശ്രേണി സൂപ്പർ കണ്ടക്ടേഴ്സിനെ. ദേ എക്സിബിറ്റ് സൂപ്പർ കണ്ടക്ടിവിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ, വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് ഇവര് സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കാന്തിക ക്ഷേത്രം ബാധിച്ചാൽ ഇവയുടെ സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടമാവും. അതായത് ഇവരൊരു വളരെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ലെഡ്, പാദസ്യം, അലൂമിനിയം, മെർക്യുറി ടിന്ന് തുടങ്ങിയ സംഭവങ്ങളൊക്കെ സൂപ്പർ കണ്ടക്ടിവിറ്റി സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്, വിച്ച് മീൻസ് ദേ ആർ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ദ്വിതീയ ശ്രേണി സൂപ്പർ കണ്ടക്ടറുകൾ, ദാറ്റ് മീൻസ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇവ മിശ്ര ലോഹങ്ങൾ അല്ലെങ്കിൽ സംയുക്തങ്ങളായിരിക്കും. ദീസ് ആർ യൂഷ്വലി അലോയ്സ് ഓർ കോമ്പൗണ്ട്സ് ആയിരിക്കും. ദേ മെയിൻറ്റെയിൻ സൂപ്പർ കണ്ടക്ടിവിറ്റി ഈവൻ അണ്ടർ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഉയർന്ന കാന്തിക ക്ഷേത്ര തീവ്രതയിലും സൂപ്പർ കണ്ടക്ടിവിറ്റി നിലനിർത്തുന്നവരായിരിക്കും ഇത്. സോ ദേ ആർ കോൾഡ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇവരെ. അവ ഭാഗികമായി മാത്രമേ മീസ്ലർ എഫക്ട് കാണിക്കത്തുള്ളൂ. വേറൊരു അവര് മീസ്ലർ എഫക്ട് കംപ്ലീറ്റ്ലി കാണിക്കത്തില്ല. ഇനി ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിനേക്കാൾ കൂടുതൽ പ്രായോഗിക പ്രയോജനങ്ങളുള്ളത് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. അലോയ്സ് കോമ്പൗണ്ട്സ് ആണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോബിയം, ടൈറ്റാനിയം, അതായത് അലോയ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഉദാഹരണം നിയോബിയം, ടൈറ്റാനിയം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇട്രിയം, ബേരിയം, കോപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. പിന്നെ മഗ്നീഷ്യം ഡൈബോറൈഡ് എന്ന് പറയുന്നതൊക്കെ സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഇവ രണ്ടുമാണ് 2 തരം സൂപ്പർ കണ്ടക്ടേഴ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ചിപ്പുകളിൽ നമ്മൾ ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മോട്ടറുകളിലും ജനറേറ്ററുകളിലും ട്രാൻസ്ഫോമറുകളിലും നമ്മൾ ചില സൂപ്പർ കണ്ടക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ അലോയ്സ് ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. എന്തുകൊണ്ടാണ് ഇവർ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? ദേ മെയിൻറ്റെയിൻ സൂപ്പർ കണ്ടക്ടിവിറ്റി ഈവൻ അണ്ടർ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലും സൂപ്പർ കണ്ടക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറയുന്ന പേരാണ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ പഠിക്കാനുള്ളത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.